ഹലോ, ഇന്നത്തെ ഗുഡ് നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ഗുഡ് നൈറ്റ് വീഡിയോ ആണ്. അപ്പം ഇന്ന് വീഡിയോ ഇടണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ അരുൺ എന്ന് പറഞ്ഞ സാറുണ്ടല്ലോ, അതിൻ്റെ ഒരു റീൽസല്ല, അവർ വാർത്താ ചാനലിൽ അങ്ങനെ വാർത്ത വായിച്ചപ്പെട്ട വീഡിയോയുടെ ഷോർട്ടാണ് കണ്ടത്. ആരോ കമൻ്റ് ഇട്ടതിന്, അവരെ ന്യൂസ് ചാനലിൽ വന്ന വാർത്തക്ക് കമൻ്റ് ഇട്ടതിന് മറുപടി ആയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോസ് ഇട്ടിക്കണത്. അതിൽ പറയണത്, വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഈ ഷോർട്ട് വീഡിയോസാണ് ഇപ്പം ഞാൻ കണ്ടത്. അതിൽ പറയുന്നുണ്ട്, കമൻ്റ് വന്നെന്താ വെച്ചെങ്കിൽ മര്യാദക്ക് ഡ്രസ്സ് ഇട്ട് നടന്നാൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് കമൻറ്റിലുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കമൻറ്റ് വായിച്ചത്. അപ്പോൾ അരുണ് പറയണത് എന്താ വെച്ചാൽ, കാലം മാറി ചേട്ടാ, പെണ്ണുങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്ന് പെണ്ണുങ്ങളാണ് തീരുമാനിക്കുന്നത്, പെണ്ണുങ്ങളെ നോക്കാം പെണ്ണുങ്ങൾക്കറിയാമെന്ന്. അങ്ങനെയാണ് ഈ അരുൺ എന്ന് പറഞ്ഞ ആ സാറ് പറഞ്ഞത്. മറുപടി ആയിട്ട്, ഈ കമൻറ്റിന് മറുപടി ആയിട്ട് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഞാൻ പറയണത്, പെണ്ണുങ്ങളെ നോക്കാം പെണ്ണുങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതിന് ഒരു മറുപടി ആയിട്ട്, മറുപടി അല്ല, അതിനൊരു ഇതായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ ആൾ പിന്നെ അവളുടെ ഡ്രസ്സിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവളുടെ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അതേപോലുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവൾക്ക് ഒറ്റക്ക് തെരുവിലിറങ്ങി നടക്കാൻ അവൾക്ക് പറ്റുമോ? ഡ്രൈവറും ഉണ്ടാവാൻ പാടില്ല, അവൾ അച്ഛനും അമ്മ ബോഡി ഗാർഡ് ഒന്നും ഇല്ലാതെ അവൾക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് തെരുവിൽ അവൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പറ്റുമോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, കാലം മാറി ചേട്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കാലം മാറിയാൽ പഴയ കാലത്തോട്ട് പോവുകയാണോ നമ്മൾ വേണ്ടത്? പഴയൊരു കാലത്തുണ്ടായിരുന്നു, മുട്ടിനൊപ്പമുള്ള തോർത്ത്, അരയിൽ നിന്ന് മുട്ട് വരെ ഉള്ള ഒരു തോർത്ത് ഉടുത്തിട്ട് പെണ്ണുങ്ങൾ നടന്നേന്നൊരു കാലം ഉണ്ടായിരുന്നു, മറയ്ക്കാതെ. പിന്നെ ഫുള്ള് ഡ്രസ്സ്, അവരുടെ അരക്കന്ന് കാൽപാദം അല്ല കാലിൻ്റെ ഞെരിയാണി വരെ ഉള്ള ഡ്രസ്സ് ഇടാൻ അവർക്ക് പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു, മറയ്ക്കാതെ നടന്നിരുന്നു. ഇപ്പോഴും പഴയ പുരാണങ്ങളിൽ ഇങ്ങനെ വല്ല പാഠപുസ്തകത്തിലൊക്കെ, പണ്ടത്തെ പാഠപുസ്തകങ്ങളിലൊക്കെ കാണാം, മറയ്ക്കാത്ത ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾ. എൻ്റെ വല്യമ്മക്ക് അങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ സ്ത്രീകൾ, മുസ്ലിം അല്ലാത്ത സ്ത്രീകൾ മറയ്ക്കാണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വല്യമ്മ പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ, അതിൻ്റെ വല്യമ്മക്ക് 4-5 ആങ്ങളമാരുണ്ടായിരുന്നു, ഒക്കെ ആനക്കാല് പോലത്തെ ആങ്ങളമാരായിരുന്നു. അവർക്കൊക്കെ മീൻ കച്ചവടമായിരുന്നു അന്ന്. മീൻ കച്ചവടം, കൊള്ളിക്കച്ചവടമൊക്കെയാണ് അവർക്ക് അന്ന് പണി ഉണ്ടായിരുന്നത്, ആ ആങ്ങളമാർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടൊക്കെ എൻ്റെ വല്യമ്മ അവർക്ക് ചായ കൊണ്ട് കൊടുക്കാനും ചോറ് കൊണ്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഈ മറയ്ക്കാത്ത, അതായത് 20-ഉം 50-ഉം 60-ഒക്കെ വയസ്സുള്ള, അല്ലെങ്കിൽ ഒരു 13-14 വയസ്സാകുമ്പോഴത്തേനും ഈ പെൺകുട്ടികൾക്ക് വരും. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്ന് നിൽക്കുമ്പോൾ വലിയ എനിക്ക് തന്നെ ലജ്ജ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾ വന്നിട്ട് എൻ്റെ ആങ്ങളമാരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് മീൻ വാങ്ങി പോയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ 2020 ആയി. ഇതിപ്പോൾ ഞാൻ പറയണത് ഒരു പക്ഷേ 1930 ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആവാൻ സാധ്യതയുള്ളൂ. 1900 അല്ലെങ്കിൽ 1920 50 കാലഘട്ടത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം എൻ്റെ വല്യമ്മയൊക്കെ 90 വയസ്സ് വരെ ജീവിച്ച് മരിച്ചു പോയിട്ട് തന്നെ ഇപ്പോൾ 10-30 വർഷമായി. 10-28 വർഷമായി എൻ്റെ വലിയ മരിച്ചു പോയിട്ട്. 90 വയസ്സ് വരെ ജീവിച്ച് മരിച്ചു പോയിട്ട് തന്നെ 30 വർഷമാവാനാണ് പോകണം.
അപ്പം അന്നത്തെ എൻ്റെ വലിയമ്മയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളാവുന്ന കാലത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ബുക്കുകളിലും കാര്യങ്ങളിലൊക്കെ അതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയി നോക്കിയാലും അവരെ ഫോട്ടോസുകളൊക്കെ കാണാം, മറക്കാത്ത സ്ത്രീകളുടെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് പോരാടി നേടിയെടുത്ത എടുത്തിട്ടാണ് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ഡ്രസ്സിട്ട് അവരെ മറിച്ച് നടക്കാമെന്നും അവർ ഫുള്ള് ഡ്രസ്സിട്ടിട്ട് അവർ നടക്കാമെന്നുള്ള ഒരവസ്ഥയിലൊക്കെ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ഡ്രസ്സിട്ട് നടക്കാമെന്ന് ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം ഇന്നത്തെ തലമുറ ഈ വളർന്നു വരുന്ന ആൾക്കാരെന്താ ചെയ്യണത്? അത് വീണ്ടും അതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതാണ് അരുണ് പറയുന്നതാണ് കാലം മാറി ചേട്ടാന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഈ കാലം മാറിയാൽ പഴയ കാലത്തോട്ട് പോവാണോ? ഒരു 100-150 വർഷം ബാക്കിലോട്ട് തന്നെ പോവുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ചിലതൊന്നും നമുക്ക് ചില ന്യൂസുകളൊന്നും പിന്നെ എന്താ വെച്ചാൽ എന്താണ് ഒന്നുകൂടി പറയണുണ്ട്, എന്താണ് ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണ് കേരളം എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, കേരളീയർക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയണതല്ലേ. അങ്ങനെ ഉണ്ട്. അതൊക്കെ നന്നാക്കി നന്നാവും. ഒരു കുടത്തിൻ്റെ വായ കെട്ടാം, പക്ഷെ 1000 കുടത്തിൻ്റെ വായ കെട്ടാൻ ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല എന്നല്ലേ. ഒരു ഫങ്ഷനിൽ ഒരാൾ വന്നിട്ട് ആളുടെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഡ്രസ്സ് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സിട്ട് വരുമ്പോൾ ഒരു ഫങ്ഷനിൽ എത്രയോ ആൾക്കാരുണ്ടാവും. എല്ലാവരുടെ കണ്ണും മൈൻഡും ഇതൊക്കെ ഒരേപോലെ ആയിരിക്കുമോ ഉണ്ടാവുക? അപ്പം അതുകൊണ്ടാണ് കാലം മാറി എന്ന് വിചാരിച്ചിട്ട് പഴയ കാലത്തോട്ട് പോവല്ല വേണ്ടത്. പെണ്ണുങ്ങളെന്ന് മനുഷ്യർ പഴയ കാലത്തോട്ട് പോവല്ല, പഴയതെന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. പിന്നെ അവൾ പോണത് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവർ നല്ല 10 ലക്ഷത്തിൻ്റെയും 1 കോടി രൂപയുടെ കാറിലൊക്കെ കയറിയിട്ട് ഒരു 5-8 ബോഡി ഗാർഡും 4-5 വണ്ടി എസ്കോട്ടൊക്കെ ആയിട്ടാണ് അവർ പോണത്. അവരെ മേലൊന്നും ഒരു കൊതുക് പോലും കടിക്കൂല. അവരങ്ങനെ ഇട്ടിട്ട് പോയാൽ, അവരൊന്നും ഇടാതെ പോയാൽ, ഇപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയണ്ടല്ലോ, ആ ഡ്രസ്സ് ഇല്ലെങ്കിലും അവരെ മേലൊരു കൊതുക് പോലും കടിക്കില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഇളകുന്ന അങ്ങനെ തന്നെ പറയണ്ട, ലൈംഗിക ദാരിദ്ര്യമുള്ള കേരളത്തിൽ പല ആൾക്കാർ ഇത് കണ്ടിട്ട് അവരുടെ കയ്യിൽ കിട്ടുക പിന്നെ ആരെന്നറിയോ? കുഞ്ഞു മക്കൾ തന്നെ, 5 വയസ്സായി 6 വയസ്സായി അവർക്ക് അവിടെ പീഡിപ്പിച്ചിട്ട് കൊന്ന് ഇട്ടിട്ട് ആ മൊന്തയിൽ കൊണ്ടുപോയിട്ട് ഈ മൊന്തയിൽ കൊണ്ടുപോയിട്ടൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയല്ലേ നടക്കണത്. അപ്പം ഇതൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇളക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെയൊക്കെ മറക്കണം വെച്ചെങ്കിൽ അതൊക്കെ മറച്ച് തന്നെ നടക്കണം. മനസ്സിലായല്ലോ? അല്ലാണ്ട് കാലം മാറിയില്ല ചേട്ടാ എന്ന് ചോദിച്ചാൽ കാലം മാറിയ പഴയലോട്ട് പോവല്ല അരുൺ സാറേ വേണ്ടത്. ഓക്കെ.